നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം. ചൊവ്വ രാശി മാറുകയാണ്. ചൊവ്വ എന്നത് സേനാധിപതി, ഭൂമികാരകൻ, സഹോദരകാരകൻ, രക്തം, അഗ്നി, ആക്രോശം, റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, കായികം തുടങ്ങിയ കാരകത്വങ്ങളുള്ള ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും ബുധൻ്റെ വീടായ കന്നി രാശിയിലേക്ക് 2025 ജൂലൈ 28 മുതൽ സഞ്ചാരം തുടങ്ങുന്നു. ഏകദേശം 46 ദിവസത്തോളം, അതായത് 2025 സെപ്റ്റംബർ 13 വരെ ചൊവ്വ കന്നി രാശിയിൽ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. 12 രാശിക്കാരെയും ചൊവ്വയുടെ രാശിമാറ്റം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപായി എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന നമ്മുടെ മാന്യ പ്രേക്ഷകർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. കുംഭൻ രാശി. അവിട്ടം അവസാനത്തെ 2 പാദം, ചതയം, പൂരുരുട്ടാതി ആദ്യ 3 പാദം ചേരുന്ന കുംഭൻ രാശിക്ക് ചൊവ്വ 3ഉം 10ഉം ഭാവാധിപതിയാണ്. ഇപ്പോൾ 7-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വ ഇനി ജൂലൈ 28 മുതൽ അഷ്ടമഭാവമായ 8-ൽ കന്നി രാശിയിൽ സെപ്റ്റംബർ 13 വരെ സഞ്ചരിക്കുമ്പോൾ കുംഭൻ രാശിക്കാർക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ കുറേ കാലങ്ങളായി, അതായത് കുറേ മാസങ്ങളായി ചൊവ്വ വക്രത്തിലും നീചത്തിലും പിന്നെ കേതുവിൻ്റെ കൂടെയൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഉദ്ദേശിച്ച ഫലങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടിക്കാണില്ല. ഇനിയിപ്പോൾ ചൊവ്വ അഷ്ടമസ്ഥാനത്തും സഞ്ചരിക്കാൻ പോവുകയാണ്. കന്നിരാശിയിലെ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രങ്ങളിലൂടെ ചൊവ്വ ജൂലൈ 28 മുതൽ സെപ്റ്റംബർ 13 വരെ സഞ്ചരിക്കുന്നു. ഇളയ സഹോദരങ്ങളുമായി വാഗ്വാദവും അകൽച്ചയും ഉണ്ടാകും. അവർക്ക് ആർക്കെങ്കിലും രക്തസംബന്ധമായ രോഗങ്ങളുണ്ടാകാം. നിങ്ങളുടെ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക. ആർക്കും വാക്കു കൊടുക്കാതിരിക്കുക. ഇടനിലക്കാരനായി പ്രവർത്തിക്കാതിരിക്കുക. ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക. നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടേക്കാം. യാത്രകൾ മൂലം പ്രയോജനമുണ്ടാകില്ല. രേഖകൾ സംബന്ധമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഒപ്പിടുക. വസ്തു സംബന്ധമായ രേഖകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്രോശവും ദേഷ്യവും കുറയ്ക്കുക. കുടുംബത്തിൽ ചില അലോസരങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിതമായി ഷെയർ മാർക്കറ്റിൽ നിന്നോ ലോട്ടറി, ഇൻഷുറൻസിൽ നിന്നോ അതുമല്ലെങ്കിൽ പൂർവികത്തിൽ നിന്നോ നിങ്ങൾക്ക് ധനം വന്നു ചേരും. എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യരുത്. ഇടപാടുകളെല്ലാം നല്ലപോലെ മനസ്സിലാക്കി ചെയ്യുക. തൊഴിൽ സംബന്ധമായി പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ചിലർക്ക് ജോലിസ്ഥലത്ത് മനോവേദന ഉണ്ടാകും. മേലധികാരികളും സഹപ്രവർത്തകരും സഹകരിക്കില്ല. യൂണിഫോം വേഷധാരികളായവരും സർക്കാർ ഉദ്യോഗസ്ഥരും മറ്റും അധികാര സ്ഥാനത്തുള്ളവർക്കും മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സംഭവ വികാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നനച്ചിരിക്കാതെ ചില കുംഭൻ രാശിക്കാർക്ക് തൊഴിൽ മേന്മ ഉണ്ടാകും. ചുരുക്കം ചിലർക്ക് ജോലിക്കയറ്റം, ശമ്പള വർധനവ്, ട്രാൻസ്ഫർ മുതലായവ പ്രതീക്ഷിക്കാം. ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 12 വരെ സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രം നക്ഷത്രത്തിലൂടെ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ടതാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ കുറുക്ക് വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ചാൽ ശിക്ഷ ഉറപ്പായിരിക്കും. അധികാര സ്ഥാനത്തുള്ളവർ താഴെക്കിടയിലുള്ളവരോട് കുറച്ച് സമാധാനപരമായി ഇടപെടുക. 2025 ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 2 വരെ ചൊവ്വ ചന്ദ്രൻ്റെ നക്ഷത്രമായ അത്ത നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ആദ്യം ശ്രദ്ധിക്കുക. രാത്രിയാത്ര ഒഴിവാക്കുക. അഗ്നിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കുക. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. കടമുള്ളവർക്ക് ശല്യം വർദ്ധിക്കാം. കേസ് വഴക്കുകൾക്ക് സാധ്യത. ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ യഥാവിധി ചികിത്സകൾ തേടുക. മാതാവ് വഴി ലഭിക്കേണ്ട കുടുംബസ്വത്ത് ലഭിക്കാൻ കാലതാമസം നേരിടും. സഹോദരങ്ങളുമായും ജീവിത പങ്കാളിയുമായി അനാവശ്യമായി വഴക്കിടാതിരിക്കുക. 2025 സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 13 വരെ ചൊവ്വ തൻ്റെ സ്വന്തം നക്ഷത്രമായ ചിത്തിര നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ
ചൊവ്വയ്ക്ക് ബലം കൂടും. യാത്രകൾ മൂലം മെച്ചമുണ്ടാകുന്ന സമയമാണ്. സഹോദരങ്ങളുടെ പിണക്കം കുറച്ച് കുറയും. സമൂഹ മധ്യത്തിൽ നിലനിന്നിരുന്ന പേരുദോഷം കുറയും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം. ജോലിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് തൊഴിൽ മേന്മ കിട്ടിത്തുടങ്ങും. അപ്പോൾ പൊതുവേ കുംഭൻ രാശിക്കാർ കുറച്ച് ഒതുങ്ങി കഴിയുന്നതാണ് നല്ലത്. എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ചൊവ്വയുടെ ഗോചര സഞ്ചാരത്തിൻ്റെ ഫലങ്ങളാണ്. ഇത് ഒരു പൊതുഫലമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ ഗ്രഹസ്ഥിതിയും ഇപ്പോഴത്തെ ദശാഭുക്തിയും അനുസരിച്ച് ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.